ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിരിക്കണേ. നല്ല അടിപൊളിയായി കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിങ് ഫിഷ് നമ്മൊന്ന് കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ എടുത്ത് നമ്മൾ ചട്ടിയിലിട്ട് നല്ലപോലെ വരട്ടിയെടുത്തിട്ട് അതിലാവശ്യത്തിന് പുളി, അതുപോലെ തന്നെ ഉലുവ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിന് മഞ്ഞളും പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് കളർ കൂടുതൽ കിട്ടണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടിക്ക് പുറമെ നല്ല കാശ്മീരി മുളകും പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി നല്ല കളർഫുള്ള് കറിയായി കിട്ടും. അപ്പോൾ ഞാനിതിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, സാധാ മുളകും പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുത്ത് ഒന്ന് വാടി നല്ല പാകം ആയി വന്നതിന് ശേഷം മാത്രം നമ്മളിതിലോട്ട് വെള്ളം മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നല്ലപോലെ വാട്ടം ആയി കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ലപോലെ വരട്ടിയെടുക്കണം മിക്സാക്കിയിട്ട്. നമ്മളിതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില ഇത് നമ്മൾ ആദ്യമേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് നമ്മൾ തക്കാളി, സബോള ഈ സാധനം ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ആഡ് ചെയ്യണം. പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെള്ളം ആഡ് ചെയ്യണം. വെള്ളം നമ്മൾ ഈ മുളകും ഇഞ്ചി മസാല അടിച്ച ആ ഒരു മിക്സി ഉണ്ടല്ലോ, അതിലുള്ള വെള്ളം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലേവർ നമുക്ക് അതുപോലെ കിട്ടും. അങ്ങനെ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ പാകമായ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. മീൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലപോലെ ഉടയാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ കയ്യിലിട്ട് ഇളക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിലൊരു 10 മിനിറ്റ് നേരം ഒരു ലോ ഫ്ലേവറിൽ നമ്മൾ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, നല്ലെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നല്ല അടിപൊളി മുളകിട്ട എന്താ പറയുക കിങ് ഫിഷ് കറി റെഡിയായി. ഓക്കെ, അപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് സംഭവം. നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം പാകമായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തു, അതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് സംഭവം സെറ്റാക്കി. ഇനി ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 2-3 കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. കറി കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. വെള്ളം പോലെ കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലേവറിൽ വറ്റിച്ച് കഴിഞ്ഞാൽ മീൻകറി നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.